പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടുന്നു. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായൊരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായൊരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഴമേറിയ പ്രത്യാശയുടെ ഗാനം ആലപിക്കുവാൻ ദൈവം സഹായിച്ചതോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വേദവാക്യം ഞാനിവിടെ വായിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വേദവാക്യമാണ്. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ആദ്യമായി വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാനാണ്. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ ആയിരുന്നു. തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു പാപഭാരം ഏറ്റെടുത്ത് കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, പുനരുത്ഥാനം ചെയ്തു. പിന്നീട് യേശു കർത്താവ് ശിഷ്യന്മാരോട് ആയി പറഞ്ഞിരിക്കുന്നു, ഞാൻ പോയതുപോലെ രണ്ടാമതും മടങ്ങി വരും. ഈ വായിച്ച വേദഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, എന്നാൽ ഇനി കർത്താവ് വരുന്നത് അർപ്പിക്കപ്പെടുവാനല്ല, പിന്നെയോ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി കർത്താവ് പ്രത്യക്ഷപ്പെടുവാനായിട്ട് പോകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. യേശു കർത്താവ് മടങ്ങി വരുമെന്ന് യേശു ക്രിസ്തു ഡയറക്റ്റായിട്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനത്തിൻ്റെ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് മടങ്ങി വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അപ്പസ്തല പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിതാക്കന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പഴയ നിയമ പ്രവാചകന്മാർ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗീയ ദൂതന്മാർ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൂതന്മാരും പ്രവാചകന്മാരും ശിഷ്യന്മാരും കർത്താവ് യേശു ക്രിസ്തുവും പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മടങ്ങി വരുവാനായിട്ട് പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് മടങ്ങി വരുന്നത്? തനിക്കായി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ഭൂമിയിലുണ്ട്. അവരെ ചേർക്കുവാൻ യേശു മടങ്ങി വരുവാനായിട്ട് പോകുകയാണ്. ഇതുവരെയും കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാനും ഉണരുവാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ മടങ്ങി വരവ് ഏതൊരു സന്ദർഭത്തിലും നടക്കാം. അതെപ്പോഴാണെന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും ഒരു കാര്യം നിശ്ചയമാണ്, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാനും നല്ലവനെ വിശ്വസ്തനെന്നുള്ള വിളി കേൾക്കുവാനും കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമല്ലോ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യാശയിലേക്കും പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ദൈവമേ നീ അറിയുന്നുവല്ലോ. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.